നമ്മൾ പോകുന്നത് പുതുവത്സര വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. ഇനി ഇന്ത്യയിൽ പുതുവത്സരം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കിരിബാത്തിയിലും അതുപോലെ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും എല്ലാം പുതുവത്സരം എത്തിക്കഴിഞ്ഞു. ഇനി ഇന്ത്യയിലും പലയിടത്തുമായി വിപുലമായ ആഘോഷങ്ങളാണ് ഇത്തവണ ന്യൂ ഇയറിനായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യം നമുക്ക് രാജ്യ തലസ്ഥാനത്തിലേക്ക് തന്നെ പോയി നോക്കാം. ഡൽഹിയിലെ ന്യൂ ഇയർ വിശേഷങ്ങൾ കാണാം. പുതുവർഷത്തെ വരവേൽക്കാൻ രാജ്യ തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി കൊണാട്ട് പ്ലേസിലാണ്. ഡൽഹിയുടെ ഹൃദയമെന്നറിയപ്പെടുന്ന സ്ഥലമാണ്. നിരവധിയായിട്ടുള്ള കെട്ടിടങ്ങളാണ്, വിവിധ കടകൾ, അതോടൊപ്പം തന്നെ വലിയ ആഘോഷങ്ങളിലേക്ക് ഡൽഹി ഇപ്പോൾ കടക്കാൻ ഒരുങ്ങുകയാണ്. യുവാക്കൾ, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി. എന്തായാലും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിപ്പോൾ 2 യുവാക്കൾ ചെയ്ത് നമുക്ക് അവരോട് ചോദിക്കാം അവരുടെ ആഘോഷങ്ങൾ എങ്ങനെയാണ്, ഈ വർഷത്തെ അവരുടെ ന്യൂ ഇയർ सेलिब्रेशंस എങ്ങനെയാണ്. भाई साहब, आपका न्यू ईयर सेलिब्रेशन कैसा था आज? बहुत बेस्ट था. अभी यहाँ पे स्टार्टअप के काफ़ी सारे फाउंडर्स आ रखे हैं, अपनी कंपनी के बारे में मार्केटिंग कर रहे हैं, प्रमोट कर रहे हैं, तो मतलब काफ़ी अच्छा लगा. अभी कुछ टाइम बाद मेन प्रोग्राम भी हमारा शुरू होने वाला है. तो कनॉट प्लेस में न्यू ईयर का जो है बेस्ट प्रोग्राम्स कैसा प्रोग्राम अच्छा लगा, बहुत अच्छा लगा. വലിയ നല്ല എല്ലാ പരിപാടികളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ ആഘോഷങ്ങളിലേക്ക് ഇവർ പോവുകയാണ്. ഏകദേശം 3000-ലധികം സുരക്ഷാ ജീവനക്കാരെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ കഴിഞ്ഞ 2 മാസം മുൻപാണ് വലിയൊരു സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ വീഴ്ചകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും, പ്രാഥമികമായിട്ടുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ വൈകിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് ഏകദേശം 3000-ലധികം പോലീസുകാരാണ് ഇവിടെ ഈ സെൻട്രൽ പാർക്കിനുള്ളിൽ അവരെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവരിപ്പോൾ വിവിധ ഈ CPയുടെ അല്ലെങ്കിൽ കൊണാട്ട് പ്ലേസിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവരെ വിന്യസിച്ചിരിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിച്ചുകൊണ്ട് ആഘോഷങ്ങൾ, എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോഴും അതിനെയൊക്കെയും യാതൊരു തരത്തിലും അലോസരപ്പെടുത്താതെയുള്ള ആഘോഷങ്ങളിലേക്കാണ് ഡൽഹി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. भाई साहब, आपका सेलिब्रेशन कैसा था? बढ़िया था. मतलब नए नए लोगों से मिलने का मौका मिला. अलग अलग फाउंडर है, फ्रीलांसर है, सभी लोग से बात की है, नेटवर्क बनाए. मतलब अच्छा था. नए साल में नया चीज़ सीखने को मिला. ഓരോ വർഷവും വലിയ ആഘോഷങ്ങളിലേക്ക് എത്തുന്നു. അവരിപ്പോൾ വലിയൊരു ഗ്യാങ്ങായിട്ട്, വലിയൊരു കൂട്ടമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആഘോഷങ്ങൾ അല്പസമയത്തിനകം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും ഈ വാഹനങ്ങളൊക്കെ വലിയ നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഡൽഹിയുടെ സെൻട്രൽ സർക്കിളിലെ മെയിൻ റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിലാണ് ആഘോഷങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് വാഹന ഗതാഗതങ്ങളൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും രാജ്യ തലസ്ഥാനവും പുതുവർഷത്തെ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാത്തര ആഘോഷങ്ങളോടുകൂടി തന്നെ ഉള്ള പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള ആഘോഷങ്ങളിലാണ് ഡൽഹി.